സദസ്സിന് നമസ്കാരം. ഞാൻ ശിവാനി എസ്. നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഒന്നാണല്ലോ കഥകൾ. അമ്മ പറഞ്ഞു തന്ന കഥകൾ കേട്ടിറങ്ങിയിരുന്ന ഒരു കുട്ടിക്കാലം എല്ലാവർക്കും ഇല്ലേ? ഇതാ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരു കഥ പറയുകയാണ്. ഒരു ദേശത്തെ മുഴുവൻ നൂറ്റാണ്ടുകളായി കാത്തു രക്ഷിക്കുന്ന ഒരമ്മയുടെ കഥ. കഥ പറയുവാൻ എനിക്കിപ്പം ഈ വേദിയിൽ സാന്നിധ്യം ആകുന്നത് ഹാർമോണിയത്തിൽ ശ്രീ ബാബു പൊടിപ്പാറ, തബലയിൽ ശ്രീ രാജൻ മാടപ്പള്ളി, ലത്താളത്തിൽ ശ്രീ അതുൽ. സ്വന്തം മക്കളോട് അമ്മയുടെ കഥ പറയുന്ന ഈ എളിയ സംഘത്തിന് കഥാന്ത്യം വരെ നിറഞ്ഞ മനസ്സോടെ അനുഗ്രഹം ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ. കാലം കരുതി വയ്ക്കും കർമ്മകാണ്ഡങ്ങൾ കീഴടക്കി ഭക്തമാനസങ്ങൾക്ക് ശക്തി സ്രോതസ്സായി ആത്മനിർവൃതിയായി നിലകൊള്ളും ആദിപരാശക്തി പൊന്നിളങ്കാവിലമ്മയുടെ കഥ. ഇളങ്കാവിലമ്മ ചരിതം. അനശ്വര കവി ചങ്ങമ്പുഴിയുടെ ഈരടികളിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു ഗ്രാമമുണ്ട്. മലരണി കാടുകൾ തിങ്ങി വിങ്ങി മരതകക്കാന്തി മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കരയറ്റൊരാരസ ഗ്രാമഭംഗി. മലരണി കാടുകൾ തിങ്ങി വിങ്ങി മരതകക്കാന്തി മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കരയറ്റൊരാരസ ഗ്രാമഭംഗി. അതെ, ഇത്തരത്തിൽ വർണ്ണനാതീതമായ ഒരു ഗ്രാമത്തിലേക്ക് നമുക്ക് യാത്രയാകാം. ഇട്ടിയുടെ ദാനമെന്നും ഇട്ടിക്ക് ദാനം കിട്ടിയതെന്നും ഇട്ടിമരങ്ങളുടെ നാടെന്നുമൊക്കെ പഴമകളിലെ പാണാൽ പറഞ്ഞു നടന്നിരുന്ന ഇത്തിത്താനം എന്ന ചെറു ഗ്രാമം കുട്ടനാടിന്റെയും വെമ്പനാടിന്റെയും ഭാഗമായിരുന്ന ഇത്തിത്താനത്തിന്റെ ഭരണം തെക്കുംകൂർ രാജവംശത്തിനായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചാലിയിൽ തേവരും കോട്ടയിൽ ശാസ്താവും അരങ്ങുവാണ് ഈ ഗ്രാമത്തിന്റെ സംരക്ഷക. അമ്മേ ഭഗവതി ദേവി മഹേശ്വരി ഇത്താനത്തിളങ്കാവിലമ്മേ ആദിപരാശക്തി അന്നപൂർണേശ്വരി ഐശ്വര്യദായിനി പാർവതീ ഭക്തരെ നിത്യവും കാത്തുകൊള്ളുന്നോൾ ശക്തിയും ബുദ്ധി ദേവിയല്ലേ. ഇട്ടിക്കുദാനമാവിസ്ഥാനം വാഴും പൊന്നിളങ്കാവിൽ മൂർത്തിയല്ലേ. പൊന്നിളങ്കാവിൽ മൂർത്തിയല്ലേ. പൊന്നിളങ്കാവിൽ മൂർത്തിയല്ലേ. ഇത്തിത്താനം നിവാസികളുടെ ദേശീയോത്സവം എന്നറിയപ്പെടുന്നത് 10ാമത് മഹോത്സവം തന്നെയാണ്. എനിക്ക് കഥ പറയുവാൻ അവസരം ലഭിച്ചിരിക്കുന്നതും 10ാമത് കാലത്ത് തന്നെ എന്നതിൽ സന്തോഷം ഞെട്ടിക്കുന്നു. ഈ ഉത്സവകാലത്തെ സമ്പന്നമാക്കുന്നതിൽ ഏറിയ പങ്കും കുംഭക്കുട ഘോഷയാത്രയ്ക്കും ഗജമേളയ്ക്കും തന്നെയാണ്. എങ്കിലും പൂർവികരുടെ ആരാധന സമ്പ്രദായങ്ങളും ആഘോഷ രീതിയും തികച്ചും വ്യത്യസ്തങ്ങളായിരുന്നു. പഴയ സമ്പ്രദായത്തിലുള്ള ആ ഉത്സവ കാഴ്ചകളിലേക്ക് പണ്ടു നാളുള്ളോരാ ഉത്സവകാലം ഓർമ്മയിലൊന്നു വീഴുന്നു വന്നു. കേട്ടിനാൽ തീർത്തോരു കീഴിൽ വീരങ്കിടും ദേവീ സ്വരൂപത്തെ കൈമടങ്ങി. പിന്നി വീരത്തായ കാളി ഗുണങ്ങൾ താളം ചാവിക്ക് ശിരസിലേക്ക് കാളകളേഴുമായി ചട്ടമൊരുക്കിയും പിന്തോല ചെത്തിത്തോന്നിനേരം
ചടങ്ങു തന്നെയാണ്. അതിലേറെ നയനാനന്ദകരം. കുംഭകൂട്ടങ്ങളും കാവടിയാട്ടവും ഒമ്പതാം ഉത്സവഘോഷമായി കാപ്പുകളും ശരമാലകളും ചാർത്തും അമ്പമേളത്താൽ കൂടം നൂറ്റാണ്ടിടും നേർച്ചകൂടങ്ങൾ മാതംഗരാജനകം പാടിയും ചൂലം താറച്ചുടലപ്പിച്ചു ഭക്തർ ചുല്ലുകളും തിരിക്കാവടിയും ഒന്നു പ്രദക്ഷിണം ചെയ്തു സമർപ്പിച്ചു യക്ഷിയമ്മേ കാവിത്യക്ഷേകിയെ അന്നദാനം നൽകി സേവ ചെയ്യുന്നു ശോഭയായെന്നും വിളങ്ങിടേ. ചുറ്റികെട്ടുള്ള കളിവീരരൊക്കെ പൂരപ്പറമ്പിൽ വീഴുന്നു നിന്നെ കൂട്ടത്തിലേറ്റം താഴെയൊടുക്കുള്ളവൻ അമ്മയ്ക്ക് പീഠമിടും പൊൻപീഠം കേട്ടാൽ നമസ്കരിച്ചങ്ങനെ സഖ്യപുത്രൻ ലക്ഷണമൊത്തൊരു സഖ്യപുത്രൻ. ഒമ്പതാം ഉത്സവാഘോഷങ്ങൾ ഇവിടെയും തീരുന്നില്ല. പരിചയം പശ്ചിമൂർത്തി തിരുക്കോലേന്തിയുള്ള ഭൂതഗണങ്ങളുടെ വേലകളിയും ശിവേ കാഴ്ചകളും സേവയ്ക്ക് ആരംഭം കുറിക്കുന്നു. കൂട്ടിന് അഷ്ടപതിയും പഞ്ചാരിയും ഗജവീരന്മാർ ചമയങ്ങളോടെ എഴുന്നള്ളത്തിനെത്തുന്നു. ആളവട്ടവും വെഞ്ചാമരവും തീവെട്ടിനാളവും ശോഭ ചാർത്തുന്ന ദീപാരാധനയ്ക്ക് നട തുറക്കുന്നു. പടയൽ സമ്പ്രദായത്തിലുള്ള ഉത്സവം ആയിരുന്നതിനാൽ തന്നെ തപ്പും തോടിയും ഇലത്താളം ചേരുന്ന വള്ളുവൻ പാട്ടും പൂലവൃത്തവും കുത്തുവിളക്കിനു വട്ടമിട്ടുള്ളോര താളം ചാവിട്ടി കളിയുമുണ്ടേ. സുഖയില വെറ്റില എല്ലാം ഉണ്ടീശ്വരൻ യോഗമതിക്കേഴകത്ത് കുത്തും കൂടൽ വീണി മേളങ്ങളില്ലാതെ കണ്ണിനായട്ടിനായി കാവിലമ്മ. അങ്ങനെ പള്ളനേട്ടം കഴിഞ്ഞ് വിശ്രമിക്കുന്ന കാവിലമ്മയ്ക്ക് പുലരുമ്പോൾ 10-ാം ഉദയമാണ്. വിഷുപ്പുലരും മുതൽ 10-ാം ഉദയം വരെ നീണ്ടു നിൽക്കുന്ന ദേവിയുടെ ഉത്സവം തിരു ആറാട്ടോട് കൂടിയാണ് കൊടിയിറങ്ങുന്നത്. ഇറങ്കാവിലമ്മയുടെ ആറാട്ട് ഘോഷയാത്ര മധ്യ കേരളത്തിലെ തന്നെ ഏറ്റവും വർണ്ണാഭമായ കാഴ്ചകളിൽ ഒന്നാണ്. പണ്ട് ഇതിരിപ്പൻ കൊടിമര പ്രതിഷ്ഠയ്ക്ക് ശേഷം ആറാട്ടായി പരിണമിച്ചത്. അമ്മയുടെ എല്ലാ ഭക്തനും ഒരു നൂൽക്കോട്ടം മുത്തുകൾ പോലെ അണിനിരക്കുന്ന ഗജകേസരികളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ഭക്തജന കൂട്ടായ്മകൾ നൽകുന്ന സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി പൊന്നിലങ്കാവിലമ്മ എഴുന്നള്ളിയെത്തുന്ന കാഴ്ച ഭക്തമാനസങ്ങൾക്ക് ജന്മസുഹൃതം തന്നെയാണ്. ഭക്തമുദയമായ ആറാട്ടു നാളെത്തി ആശ്രിത വത്സല കാവിലമ്മേ ആറാട്ടിനായമ്മ മുതാരെഴുന്നള്ളി അഞ്ചു ഗജങ്ങളും താരങ്ങളായിരം ദീപം പലതരം ദേവാലയം സാമം ക്ഷേത്രക്കുളം ജീവികളാകെ കോഴി തോരണങ്ങൾ ആപടമുടങ്ങാനങ്ങൾ അമ്മ കോവിലിനുള്ളിലേക്ക് യാത്രയാക്കുന്നു. എന്തു പറയണം, എന്തു ചെയ്യണമെന്നറിയാതെ അമ്മേ ഇനി ഒരു വർഷകാലവും
ശൈത്യകാലവും കാത്തിരിക്കാനുള്ള ശക്തിയും മനസ്സും നൽകണമേ എന്ന് അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് തിരികെ മടങ്ങുന്ന മക്കൾ. അമ്മേ ഭഗവതി ദേവി മഹേശ്വരി കഥയിലെ ഉത്സവം കൊടിയിറങ്ങിയിരിക്കുന്നു. ഇനി കാവലമ്മയുടെ അരിയ കഥയിലൂടെ ഒന്ന് സഞ്ചരിച്ചാലോ? ഒരു പക്ഷേ പുതിയ തലമുറയ്ക്ക് ഇതൊരു നവ്യാനുഭവമാകും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. കുടുംബക്കാവിലമ്മ ഉടപ്പുറത്തേറി വന്നമ്മ കുടിയിരുന്നമ്മ പൊന്നിറങ്കാവിൽ വാഴുമമ്മ. കുടുംബക്കാവിലമ്മ ഉടപ്പുറത്തേറി വന്നമ്മ കുടിയിരുന്നമ്മ പൊന്നിറങ്കാവിൽ വാഴുമമ്മ. അട്ടഹസിച്ചവളെ പട്ടകവാളു പിടിച്ചവളെ പൊഞ്ചിലം വിട്ടവളെ പൊന്നിറങ്കാവിൽ വാഴുമമ്മ. അട്ടഹസിച്ചവളെ പട്ടകവാളു പിടിച്ചവളെ പൊഞ്ചിലം വിട്ടവളെ പൊന്നിറങ്കാവിൽ വാഴുമമ്മ. അമ്മേ നാരായണ ദേവി നാരായണ അമ്മേ 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 നാരായണ ദേവി 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 നാരായണ. ഗണപതി, വിഷ്ണു, ശിവൻ, ഭഗവതി, ശാസ്താവ് ഇപ്രകാരം 5 ഈശാന്മാരുടെ പ്രതിഷ്ഠയുള്ള വെള്ളപ്പള്ളിക്കരി എന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം. ഈ കുടുംബത്തിലെ ഒരു കാരണവർക്ക് സന്താനങ്ങളില്ലായിരുന്നു. അതിൽ അദ്ദേഹത്തിന് ഏറെ വിഷമവും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ കൊടുങ്ങല്ലൂർ ദേവി സന്നിധിയിൽ ഭജന പെരുന്നാൾ സാഫല്യം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി സാക്ഷാൽ കുടുംബക്കാവിലമ്മയായ കൊടുങ്ങല്ലൂർ അമ്മയെ കണ്ട് സങ്കടം പറയാൻ പുറപ്പെട്ടു. ആഴ്ചകൾ നീണ്ട യാത്രയ്ക്കൊടുവിൽ ദേവി സന്നിധിയിലെത്തി ഭജനവും ആരംഭിച്ചു. തന്റെ ദുഃഖത്തിന് നിവർത്തി വരുത്തണമേ എന്ന് അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് തിരികെ യാത്ര പുറപ്പെട്ടു. ഒരു പ്രദേശമെത്തിയപ്പോൾ ക്ഷീണം അനുഭവപ്പെട്ടു. ഒന്ന് വിശ്രമിക്കാമെന്ന് കരുതി തന്റെ ഓലക്കുട മണ്ണിൽ വെച്ചു. വിശ്രമിച്ചതിനു ശേഷം തിരികെ യാത്രയുടനായി ഓലക്കുട എടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് അത്ഭുതം സംഭവിച്ചത്. അത്ഭുതം എന്താണെന്ന് ആരെങ്കിലും പറയൂ? അതെ, എത്ര ശ്രമിച്ചിട്ടും ആ ഓലക്കുടയ്ക്ക് ഇളക്കം സംഭവിക്കുന്നില്ല. ഇതിൽ എന്തോ പന്തികേട് തോന്നിയ കാരണവർ വേഗം ചെന്ന് നാട്ടരജനെയും ദൈവജ്ഞനെയും ഒക്കെ വരുത്തി. ധാരാളം ആളുകൾ അറിഞ്ഞും കേട്ടുമെത്തിയിരുന്നു. ഈ അത്ഭുതം ദർശിക്കുവാൻ നാട്ടുപ്രമാണിമാരടക്കം വന്നതിന് ശേഷം പ്രശ്നം വെക്കാൻ തീരുമാനിച്ചു. എല്ലാവരും അതീവ ശ്രദ്ധയോടെയും ഗൗരവത്തോടെയും പ്രശ്നചിന്തയിൽ മുഴുകി നിന്നു. പ്രകൃതിയിൽ തന്നെ ചില മാറ്റങ്ങൾ നോക്കൂ. ചുറ്റും മഴമേഘങ്ങൾ നിറയുന്ന പോലെ തെന്നലിന്റെ തലോടലിൽ പരസ്പരം പുലുകുന്ന മരച്ചില്ലകൾ പ്രഭാകരം തീർക്കുന്ന അന്തരീക്ഷം. ദൈവത്തിന്റെ നാക്കിൻ തുമ്പിൽ അക്ഷരങ്ങൾ നിറയുന്നു. എന്നാൽ ആ അക്ഷരങ്ങൾക്ക് വാക്കുകളായി പുറത്തു വരാൻ കഴിയുന്നില്ല. എങ്കിലും അറിയേണ്ടത് അറിയുക തന്നെ വേണമല്ലോ. കൊടുങ്ങല്ലൂർ ഭഗവതീര ഇവിടെ എഴുന്നള്ളിയിരിക്കുന്നു. അമ്മയുടെ സാന്നിധ്യം ഈ ഓലക്കുടയിൽ എല്ലാവരും ഭക്തിയുടെ നിറവിൽ. അമ്മേ മഹാമായേ, പുണ്യനങ്കാവിലമ്മേ, അമ്മ എത്തിയല്ലോ. അത് പരാശക്തിയായി, ഈ ദേശദീവതയായി. അങ്ങനെ കൊടുങ്ങല്ലൂർ അമ്മയുടെ അംശാവതാരമായ ഇളങ്കാവിലമ്മ ഓലക്കുടയിലേറി എഴുന്നള്ളിയെത്തിയ സ്ഥലമാണ് അമ്പലക്കോടി. ദേവിയുടെ മൂലസ്ഥാനം അമ്പലക്കോടിയായത് എങ്ങനെയെന്നും ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ.
അപ്രകാരം ദേവീ സാന്നിധ്യത്തിന് കാരണഭൂതനായ വെള്ളാപ്പള്ളി കാരണവരാണ് ക്ഷേത്രസ്ഥാനിയെ. ഈ അടുത്ത കാലം വരെ നിലനിന്നിരുന്ന പറക്കെഴുന്നള്ളിപ്പിന് ഏറ്റവും വിശിഷ്ടമായ തിരു ആറാട്ട് എഴുന്നള്ളത്തെ ദേവിയുടെ മുന്നിൽ വാളേന്തി നിൽക്കുന്നത് ക്ഷേത്രസ്ഥാനീയനായ വെള്ളപ്പള്ളി കാരണവരാണ്. അമ്മയുടെ ഐക്യകഥ ഏവർക്കും ഹൃദ്യമായെന്ന് ഞാൻ കരുതുന്നു. കിരീടം ചൂടി പീലിയുടുപ്പണിഞ്ഞ് കാസിനുള്ളിൽ കെട്ടി കവിത്വം ചൊല്ലി പഠിക്കുന്ന മയിൽപ്പിള്ളിത്തൂക്കം അഥവാ അർജുന നൃത്തം എന്ന അനുഷ്ഠാന കലയെ കുറിച്ച് കൂടി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കഥാവതനം ഇവിടെ പൂർണ്ണമാവുകയാണ്. കുരുക്ഷേത്ര യുദ്ധ കാലഘട്ടം കുന്തിദേവി ഭദ്രകാളി തിരുമുൻപിൽ ഒരു നരബലി നേർച്ചയർപ്പിച്ചു. കാലം കടന്നു പോകവേ ഈ നരബലിയെ കുറിച്ച് വിസ്മരിച്ചു പോയ ഭദ്രകാളിയെ നാരദ മഹർഷി ഓർമ്മിപ്പിക്കുകയുണ്ടായി. നാരദന്റെ സ്വഭാവം എന്നല്ലാതെ എന്താ പറയുക. ആകെ വിഷമത്തിലായിരിക്കുന്ന കുന്തി ദേവിയുടെ സമീപത്തേക്ക് ഒരാൾ വരികയാണ്. മാതാവേ, കുലത്തിന്റെ മാനം കാക്കുവാൻ ഞാൻ സദാ സന്നദ്ധ. തനിക്ക് ഏറ്റവും പ്രിയമുള്ള പുത്രൻ ഖാണ്ഡീവധാരി അർജുനൻ മനസ്സില്ലാ മനസ്സോടെ പുത്രന്റെ സന്നദ്ധതയെ ആ മാതാവ് അംഗീകരിക്കുന്നു. ശ്രീകൃഷ്ണൻ നൽകിയ കിരീടവും ശ്രീമുരുകൻ നൽകിയ പീലിയുടുപ്പുമണങ്ങിയ ഇന്ദ്രൻ നൽകിയ തേരിൽ നരബലിക്കാൻ ഭദ്രകാളിക്ക് മുന്നിലേക്ക് ക്രോധം പൂടി നടന്ന കാളിക്ക് അർജുനന്റെ ധൈര്യവും ആത്മസമർപ്പണവും അംഗീകരിക്കേണ്ടി വന്നു. ഇതിൽ പ്രീതി പൂണ്ട കാളി തൻ ദംഷ്ടകൾ അർജുനന്റെ പുറത്ത് കോർത്ത് ഉയർത്തി നിർത്തി തന്റെ പേര് സ്വീകരിക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് കാളി പ്രീതിക്കായി അർജുനാടിയ നൃത്തം എന്ന നിലയിലാണ് അർജുന നൃത്തം എന്ന പേര് ലഭിച്ചത് എന്നാണ് ഐതിഹ്യം. അർജുന നൃത്തവും പുലവൃത്തവും വേലകളിയും കുംഭകുളവും കാവടി വിളക്കും ഗജമേളിയും വിജയിപ്പും അങ്ങനെ അതിവിശിഷ്ടമായ ആചാരാനുഷ്ഠാനങ്ങളാൽ സമ്പന്നമാണ് തിത്താനമ്പാടും ഇളങ്കാവിലമ്മയുടെ ഈ ഉത്സവകാലം. അമ്മേ ഭഗവതി ദേവി മഹേശ്വരി ഇത്തിത്താനത്തിളങ്കാവിലമ്മേ ആദി പരാശക്തി അന്നപൂർണേശ്വരി ഐശ്വര്യദായിനി ബാലഭദ്രേ ഭക്തരെ നിത്യവും കാത്തുകൊള്ളുന്നോര ശക്തിയും ബുദ്ധിയും ദേവിയല്ലേ. ശ്രമിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് പിന്തുണ നൽകിയ ഈ മാഷിമാരോടും നല്ല രീതിയിൽ ശബ്ദം ക്രമീകരിച്ചു തന്ന മുരളീരവും സൗംസിനോടും ഇളങ്കാവിനമ്മ ചരിതം എന്ന ദേവിയമ്മയുടെയും ഈ പുണ്യകഥ അക്ഷരങ്ങളാൽ ചാലിച്ചെഴുതിയ ശ്രീഹരി DKB കൂടാതെ ഈ 8 വയസ്സുകാരെ വിശ്വസിച്ച് ഇങ്ങനെ അവസരം തന്ന എല്ലാ ക്ഷേത്രഭാരവാഹികളോടുമുള്ള നന്ദി കൂടി അറിയിക്കട്ടെ. ദേവിയമ്മ എനിക്ക് നൽകിയ ഈ പുണ്യ നിമിഷത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി ശുഭം.